നമസ്കാരം, ഏവർക്കും ഭക്തമാനസം ചാനലിലേക്ക് സ്വാഗതം. സ്കന്ദപുരാണം ആധാരമാക്കിയുള്ള ശ്രീമുരുക കഥകളാണ് ഇവിടെ പറയുന്നത്. അതിൽ ആദ്യത്തെ ഭാഗത്തിലേക്ക് കടക്കുകയാണ്. അവതാര രഹസ്യം. ശൂരപത്മാസുരൻ അസുരന്മാരുടെ ചക്രവർത്തിയാണ്. അസുര ചക്രവർത്തി അനേക വർഷം കഠിന തപസ് ചെയ്ത് ശ്രീ പരമേശ്വരനെ പ്രത്യക്ഷപ്പെടുത്തി ദിവ്യവരങ്ങൾ സമ്പാദിച്ചു. സർവശക്തനായി ഭവിക്കുകയും ചെയ്തു. അതോടെ ഏത് അധർമ്മവും പ്രവർത്തിക്കാൻ ശൂരപത്മാസുരന് കൂസലില്ലാതായി തീരുകയും ചെയ്തു. ശൂരപത്മാസുരന്റെ മുഖ്യമന്ത്രിയാണ് ധർമ്മഗോപൻ. ഒരു ദിവസം അസുരൻ മന്ത്രിയെ അയച്ച് സൂര്യചന്ദ്രാദി ദേവന്മാരെ വിളിപ്പിച്ചു. ദേവന്മാർ കിടുകിടാ വിറച്ചുകൊണ്ട് അസുര ചക്രവർത്തിയുടെ മുന്നിൽ തല കുനിച്ചു നിന്നു. നീ ആരാണ്? പരിചയം പുറത്തു കാണിക്കാതെ അസുര ചക്രവർത്തി ചോദിച്ചു. സൂര്യനെ അറിയാതെയല്ല, മനസ്സിലാക്കിക്കൊണ്ടു തന്നെയായിരുന്നു ആ ചോദ്യം. ഞാൻ സൂര്യനാണ്, സൂര്യദേവൻ സ്വയം പരിചയപ്പെടുത്തി. അസുര ലോകത്ത് ആരും പൊള്ളുന്ന വെയിലേറ്റ് തളരാൻ പാടില്ല. ആർക്കെങ്കിലും ക്ഷീണം സംഭവിച്ചാൽ ഉത്തരവാദി നീ മാത്രമായിരിക്കും. പിന്നെ നിന്റെ തല കഴുത്തിലുണ്ടാവില്ല, മനസ്സിലായോ? സൂര്യദേവൻ തലയാട്ടി. അസുരൻ ശക്തനാണ്, അവനോട് എതിരിടാൻ ഒരു ലോകത്തും ആരുമില്ല. അനുസരിക്കുകയാണ് ബുദ്ധി. അടുത്ത ഊഴം ചന്ദ്രനായിരുന്നു. മന്ത്രിയാണ് ചന്ദ്രനെ മാടി വിളിച്ചത്. ചന്ദ്രൻ മുന്നിലേക്ക് കയറി നിന്നു. നീയാണ് ചന്ദ്രനല്ലേ? അവഹേളിക്കുന്ന ശബ്ദത്തിൽ അസുരൻ അലറി. ചന്ദ്രനെതിരെയും ഭീഷണി തന്നെ. എന്നും പൂർണ്ണചന്ദ്രനായി പ്രകാശിക്കണം. അസുര ലോകത്ത് ആരും രാത്രി ഇരുട്ടത്ത് തപ്പരുത്. കൽപ്പന പാലിക്കാതിരുന്നാൽ ശിക്ഷ കഠിനമായിരിക്കും. പറഞ്ഞത് കേട്ടില്ലേ? ചക്രവർത്തിയിൽ നിന്ന് ശാസനാശബ്ദം ഉയർന്നപ്പോൾ അനുസരണയോടെ ചന്ദ്രൻ തല കുലുക്കി സമ്മതിച്ചു. പിന്നെ വിളിച്ചത് ബ്രഹ്മദേവനെയും മഹാവിഷ്ണുവിനെയുമാണ്. അവർ എത്തിച്ചേർന്നപ്പോൾ ശൂരപത്മാസുരൻ ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേറ്റ് നിന്ന് പ്രഖ്യാപിച്ചു. രണ്ടുപേരോടും കൂടിയാണ് കൽപ്പിക്കുന്നത്. കാരണവന്മാരായ നിങ്ങൾ ദേവന്മാർക്ക് ഇളവുകളൊന്നും കൊടുക്കരുത്. അവരെ എല്ലാ കാര്യത്തിലും സഹകരിപ്പിക്കണം. അസുരന്മാർ വരങ്ങൾ ആവശ്യപ്പെട്ടാൽ അവരെ ബുദ്ധിമുട്ടിക്കാതെ ഉടനെ അവ നൽകണം. കുതന്ത്രങ്ങൾ പ്രവർത്തിച്ചാൽ അറിയാമല്ലോ, കാരണവസ്ഥാനവും ബന്ധുത്വവും ഒന്നും തടസ്സമാവില്ല. ക്ഷമിക്കുന്ന പ്രശ്നവുമില്ല. രണ്ടുപേർക്കും പോകാം. ബ്രഹ്മാവിനോടും മഹാവിഷ്ണുവിനോടും അല്പം മയത്തോടെ അസുര ചക്രവർത്തി സംസാരിച്ചുവെങ്കിലും അവരോടുള്ള വൈരാഗ്യത്തിന് ഒട്ടും കുറവുണ്ടായിരുന്നില്ല. ദേവന്മാർക്ക് സഹായം അവരാണെന്ന് അസുര ചക്രവർത്തിക്ക് അറിയാം. അതുകൊണ്ട് വിദ്വേഷം മനസ്സിലൊതുക്കി പുതിയ കുതന്ത്രങ്ങൾക്ക് രൂപം നൽകാൻ മന്ത്രിയെ വിളിച്ച് അടുത്തു നിർത്തി ആലോചനയിലാണ്ടു. ഇനി കാലനും ഇന്ദ്രനും അഗ്നിയും വരുണനുമാണ് ബാക്കിയുള്ളത്. അവർ നേരത്തെ തന്നെ വന്നു നിൽപ്പുണ്ടായിരുന്നു. മന്ത്രി ധർമ്മഗോപൻ അവരെ അസുര ചക്രവർത്തിയുടെ ആജ്ഞ അനുസരിച്ച് കൈകൊട്ടി വിളിച്ചു. 4 പേരും മുൻപോട്ട് നീങ്ങി നിന്നു. കാലനാണല്ലേ? അസുര ചക്രവർത്തി യമധർമ്മരാജാവിൻ്റെ മുഖത്തു നോക്കി പുച്ഛരസത്തിൽ ചോദിച്ചു. അതെ, കാലം നോക്കി ജീവൻ എടുക്കുന്ന പണി തൽക്കാലം നിർത്തണം. ഒരൊറ്റ അസുരനും ഇനി അസുരലോകത്ത് മരിക്കാൻ ഇടയാവരുത്. ഞാനാണ് ഇനി കാലന്റെ ദേവൻ. എന്നോട് ആലോചിച്ചു മാത്രം മതി ഇനി ജീവൻ അപഹരിക്കൽ, മനസ്സിലായോ? അസുര ചക്രവർത്തിയുടെ ആജ്ഞ കടുത്ത ശബ്ദത്തിലായിരുന്നു. യമൻ അപമാനം സഹിക്കവയ്യാതെ തല താഴ്ത്തി നിന്നു. അടുത്തത് അഗ്നിയുടെയും വരുണന്റെയും ഊഴമായിരുന്നു. നിങ്ങളൊക്കെ ആരാണ്? താൻ അഗ്നിയാണെന്നും അഗ്നിദേവനും താൻ വരുണനാണെന്ന് വരുണദേവനും പരിചയപ്പെടുത്തി. രണ്ടുപേരും അസുരലോകത്തു പോയി അവരുടെ ഇച്ഛയനുസരിച്ച് അടുക്കളയിലും വീടുകളിലും അവരെ സേവിക്കുക. ദിവസത്തിലൊരിക്കൽ എൻ്റെ മന്ത്രിയെ വന്നു കാണണം. കൂടുതൽ എന്തെങ്കിലും ആവശ്യമെങ്കിൽ മന്ത്രി പറയും. പൊയ്ക്കൊള്ളുവിൻ, ചക്രവർത്തി നിർദ്ദേശിച്ചു. അവർ വിധിയെ പഴിച്ചുകൊണ്ട് പോകാനൊരുങ്ങി. എങ്കിലും അവർ ദേവേന്ദ്രനെ കൂടി കാത്തുനിന്നു. ദേവേന്ദ്രനല്ലേ? കളിയാക്കിക്കൊണ്ടായിരുന്നു ചോദ്യം. അതെ, ദേവന്മാരുടെ ചക്രവർത്തി. ദുഃഖിതനായ ഇന്ദ്രൻ പറഞ്ഞൊപ്പിച്ചു. ഇനിയും ചക്രവർത്തി പദം തന്നെയാണ് ആഗ്രഹം. ദേവന്മാർക്കും അസുരന്മാർക്കും കൂടി ഇനി ഇവിടെ ഒരു ചക്രവർത്തിയേ ഉള്ളൂ. അത് ഞാനാണ്. ഭരിക്കേണ്ട പണിയെല്ലാം ഞാൻ ചെയ്തുകൊള്ളാം. നിനക്കുള്ള പണി നിശ്ചയിക്കുന്നത് ഇനി അസുര ചക്രവർത്തിയാണ്. അപമാനിതനായ ഇന്ദ്രൻ തലയും കുമ്പിട്ടു നിന്നു.
മറുപടി എന്തെങ്കിലും പറഞ്ഞാൽ അത് കൂടുതൽ അപമാനിതനാകാനേ വഴിയുള്ളൂ. അതുകൊണ്ട് ഒന്നും മിണ്ടിയില്ല അദ്ദേഹം. ഇത്രയും കാലം ദേവലോകത്ത് സുഖിച്ചു കഴിഞ്ഞില്ലേ? ഇനി ആ ദേവസ്ത്രീകൾ അസുരലോകത്തെ സന്തോഷിപ്പിക്കട്ടെ. അവരെ ഇങ്ങോട്ട് അയക്കണം. നിങ്ങളുടെ ജോലി ഇനി മറ്റൊന്നാണ്. പണ്ട് ആ ജോലി അസുരന്മാർ തന്നെയാണ് ചെയ്തിരുന്നത്. അതുകൊണ്ട് പറയാൻ പോകുന്നത് അല്പം കൂടിപ്പോകുമെന്ന് അസുര ചക്രവർത്തിക്ക് അറിയാം. അസുരഭവനങ്ങളിൽ യഥാസമയം മീനെത്തിക്കാൻ ഏർപ്പാട് ചെയ്യണം. വീഴ്ച വന്നാൽ മറ്റൊരാളും കുറ്റക്കാരല്ല. അഹങ്കാരിയായ അസുരൻ ഇന്ദ്രനെ അപമാനിച്ച് കൽപ്പന പ്രഖ്യാപിച്ചു. മറ്റു ദേവന്മാർക്കുള്ള കൽപ്പന പുറപ്പെടുവിക്കാൻ മന്ത്രിയെ അധികാരപ്പെടുത്തി. ദേവന്മാരെല്ലാം സ്ഥലം വിട്ടു. ഇനി എന്തു വേണം? ദേവന്മാർ ആലോചനയിലായി. ഈ ദുർഘടത്തിൽ നിന്ന് രക്ഷിക്കാൻ പരമശിവന് മാത്രമേ കഴിയൂ. അസുരന് ദിവ്യവരങ്ങൾ നൽകി അനുഗ്രഹിച്ചത് അദ്ദേഹമല്ലേ? എല്ലാവരും സങ്കടമുണർത്തിക്കാൻ മഹാമേരു പർവ്വതത്തിൽ എത്തിച്ചേർന്നു. ഭാനുഗോപൻ ശൂരപത്മാസുരന്റെ മകനാണ്. ദേവന്മാർ മഹാമേരു പർവ്വതത്തിൽ ഒത്തുകൂടിയെന്നറിഞ്ഞപ്പോൾ ഭാനുഗോപൻ ഉടൻ സൈന്യസമേതം ചെന്ന് ദേവലോകം ആക്രമിച്ചു. ദേവേന്ദ്രപുത്രൻ ജയന്തനെ പിടിച്ചു കെട്ടി കാരാഗ്രഹത്തിലടച്ചു. ശേഷിച്ചവരെ പിടിച്ചുകൊണ്ടുപോയി അടിമ ജോലിക്കും നിയോഗിച്ചു. വാർത്ത സർവത്ര പരന്നു. ഇന്ദ്രനും ഇന്ദ്രാണിയും ദേവന്മാരും മഹേശ്വരനെ സ്തുതിച്ചു. ദുഃഖങ്ങൾക്ക് അറുതിയുണ്ടാവാൻ പ്രാർത്ഥിച്ചു. മഹാദേവൻ സന്തുഷ്ടചിത്തനായി ദേവേന്ദ്രന് ദർശനമരുളി. തെറ്റുകുറ്റങ്ങൾ പൊറുക്കണം. അസുരന്മാരുടെ ഉപദ്രവങ്ങളിൽ നിന്ന് ദേവന്മാരെയും മഹർഷിമാരെയും രക്ഷിക്കണം. ദേവേന്ദ്രൻ മഹാദേവനെ വന്ദിച്ച് അപേക്ഷിച്ചു. ദേവന്മാർ ഉന്നതന്മാരാണ്. ദേവന്മാരെ രക്ഷിക്കേണ്ട ചുമതലയും ത്രിമൂർത്തികൾക്കും ഉണ്ട്. ഒന്നും നിഷേധിക്കുന്നില്ല. പക്ഷേ കർമ്മഫലം അനുഭവിക്കേണ്ടതിൽ നിന്നും ദേവന്മാരെ തീർത്തും ഒഴിവാക്കുന്നത് ശരിയല്ലെന്ന് വിശ്വസിക്കുന്നു. അന്ന് ദക്ഷയാഗം നടന്ന അവസരത്തിൽ എൻ്റെ അഭിപ്രായം മാനിക്കാതെ സർവ്വദേവന്മാരും യാഗത്തിൽ പങ്കെടുത്തു. ഹവിർഭാഗം സ്വീകരിച്ചു. ശരിയല്ലേ? പരമശിവന്റെ ചോദ്യത്തിന് മറുപടി പറയാൻ ഇന്ദ്രന് കഴിഞ്ഞില്ല. അന്ന് തൻ്റെ ഇച്ഛ മാനിക്കാത്തതിൻ്റെ ഫലമാണിതെന്ന് മഹാദേവൻ ഇന്ദ്രനെ ഓർമ്മപ്പെടുത്തി. പക്ഷേ താൻ അതൊന്നും മനസ്സിൽ വയ്ക്കുന്നില്ലെന്നും കൂട്ടിച്ചേർത്തു. ഉടനെ പരിഹാരമുണ്ടാകും. ശൂരപത്മാസുരനെയും മറ്റ് അസുരന്മാരെയും നിഗ്രഹിക്കാൻ ധീരവീര ശൂരപരാക്രമിയായ കുമാരൻ അവതരിക്കും. പരമശിവൻ ഉറപ്പു നൽകി. ദേവന്മാർക്ക് തൽക്കാലം ആശ്വാസമായെങ്കിലും കുമാരന്റെ അവതാരം വൈകിപ്പോകുമോ എന്ന് അവർ ഭയപ്പെട്ടു. കാരണം പാർവതീദേവി തപസ്സു ചെയ്യുകയാണ്. മഹാദേവനോ യോഗനിദ്രയിലും. അവതാരം സാക്ഷാത്കരിക്കപ്പെടണമെങ്കിൽ ശിവശക്തി സംയോഗം ഉണ്ടാകണം. ആലോചനയിലാണ്ട് ദേവേന്ദ്രൻ മറ്റു ദേവന്മാരോടൊപ്പം ബ്രഹ്മദേവനെ ശരണം പ്രാപിച്ചു. മഹാദേവൻ അരുളിൽ ചെയ്ത കാര്യങ്ങൾ അറിയിച്ചു. ബ്രഹ്മദേവനും മഹാദേവന്റെ മനസ്സറിയാൻ ആസക്തനായിരുന്നു. ഭഗവാൻ ദേവന്മാരോടൊപ്പം വൈകുണ്ഠത്തിലേക്ക് തിരിച്ചു. മഹാവിഷ്ണു എന്തെങ്കിലും വഴി കണ്ടെത്താതിരിക്കില്ല. ദേവന്മാരുടെ ആശങ്കകളും ഇന്ദ്രപുത്രനെ ബന്ധനസ്ഥനാക്കിയതും ദേവലോകം ആക്രമിക്കപ്പെട്ടതും ബ്രഹ്മദേവൻ മഹാവിഷ്ണുവിനെ ധരിപ്പിച്ചു. മാർഗനിർദ്ദേശമരുളി അനുഗ്രഹിക്കാൻ അവർ കൂട്ടമായി പ്രാർത്ഥിച്ചു. കാമദേവനെ കണ്ടെത്തി മഹാദേവന്റെ അടുത്തേക്ക് പറഞ്ഞയക്കാനായിരുന്നു മഹാവിഷ്ണുവിന്റെ ഉപദേശം. കഥകൾ തീരുന്നില്ല. അടുത്ത ഭാഗത്തിൽ കാമദേവൻ മഹാദേവന്റെ അടുക്കൽ ചെല്ലുന്നതും പിന്നീട് അവിടെ നടന്ന സംഭവങ്ങളുമാണ് പറയുന്നത്.